Welcome back to Last to 500, where you can learn finance and stock market. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാവപ്പെട്ടവർ ചെയ്യുന്ന അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന എന്നാൽ പണക്കാർ റിച്ച് പീപ്പിൾസ് ചെയ്യാത്ത 4 ഇമ്പോർട്ടന്റ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒത്തിരി നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആയിട്ട് വരും. പക്ഷേ ഒരു ഫ്യൂച്ചർ മില്യണർ അല്ലെങ്കിൽ കറന്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തി മാത്രമേ ഈ ഒരു വീഡിയോയുടെ ഐഡിയ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയുള്ളൂ. So without any further delay, let's jump into the video. Number 1, wasting time on TV and mobile phones. Yes, നിങ്ങളോട് തന്നെ ഒറ്റ ചോദ്യം ചോദിച്ചു നോക്കണം. ഇന്ന് എത്ര റീൽസ് കണ്ടു? മൈൻഡ്ലെസ്ലി സ്ക്രോൾ ചെയ്യാനുള്ള സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബ്ലെസ്. സെയിം ടൈം യു മേ ബി ബ്രോക്ക്. നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യം ചെയ്യാൻ മീൻസ് നിങ്ങൾക്ക് 100-200 റീൽസ് കാണാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദിസ് വീഡിയോ ഈസ് എ വേക്കപ്പ് കോൾ. തിരിച്ചു മേടിക്കാൻ കഴിയാത്ത ലോകത്തിലെ മോസ്റ്റ് വാല്യുബിൾ തിങ്സിൽ ഒന്നാണ് സമയം. സ്പെൻഡിങ് ടൈം വിത്ത് യുവർ ഫാമിലി ഈസ് ഡിഫറെന്റ്. അല്ലാതെ ബെനിഫിറ്റ് ഇല്ലാതെ പേഴ്സണൽ ഗ്രോത്തിന് ശ്രമിക്കാതെ പ്രൊഡക്റ്റീവായിട്ട് ഫ്യൂച്ചറിനെ സെക്യൂർ ചെയ്യാനായിട്ട് ശ്രമങ്ങളൊന്നും നടത്താതെ ഫണ്ടിനും എന്റർടൈൻമെന്റിനും പിറകെ പോയാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നശിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വരും. ഈ ഒരു സമയം ലംബോർഗിനി പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ടിവിയിൽ കൊടുക്കാറില്ല. ബിക്കോസ് അവർ ടാർഗറ്റഡ് ഓഡിയൻസ് അല്ലെങ്കിൽ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഒരിക്കലും ടിവിയുടെ മുന്നിലിരുന്ന് സമയം പാഴാക്കുന്നവരല്ല. നമ്പർ 2, poor people blame others for their misfortune. അപ്പോൾ നമുക്ക് ചുറ്റിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും. ഒരാൾ വിചാരിച്ച പോലെ ഒരു സംഭവം നടക്കാതെ പോയി കഴിഞ്ഞാൽ അതിനൊരു വ്യക്തിയെ കുറ്റം പറയുക അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനെ കുറ്റം പറയുക എന്നുള്ളത്. നീ കാരണമാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്, നീ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആ ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ. മനസ്സിലാക്കുക, അത് പാവപ്പെട്ട ദരിദ്രരായ ആൾക്കാരുടെ ചിന്താഗതിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പ്രോബ്ലംസ് എല്ലാം അവോയ്ഡ് ചെയ്യണം എന്നല്ല, ആ പ്രോബ്ലം മനസ്സിലാക്കി അവിടെ കിടന്ന് അലറാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അതിനെ ക്ലിയർ ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ആ സൊല്യൂഷൻ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മളെ കൊണ്ട് എല്ലാ കാര്യവും കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന 99% കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഒരാളെ നിർത്താതെ കുറ്റം പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരാളെ ബ്ലെയിം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. റിമെമ്പർ, ലൈഫ് ഈസ് നോട്ട് വാട്ട് ഹാപ്പൻസ് ടു us, it is how we react when something happens to us. Number 3, poor people have no money saved. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ജോലി പോയാലും ടെൻഷൻ അടിക്കാത്ത 4-5 മാസം സുഖമായിട്ട് ജീവിക്കാനുള്ള ക്യാഷ് നിങ്ങൾ സേവിങ്സ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ പൈസയ്ക്ക് അത്യാവശ്യമുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അഫക്റ്റ് ചെയ്യില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ഒരു സിറ്റുവേഷനെ മറികടന്ന് പോകാനായിട്ട് സാധിക്കും. പക്ഷേ വാട്ട് ഇഫ് വി ഡോണ്ട് ഹാവ് ക്യാഷ്? നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ട്രാപ്പായിട്ട് പോകും. അത് നിങ്ങളുടെ സമാധാനത്തിന് അഫക്റ്റ് ചെയ്യും. ഈവൻ അത് നിങ്ങളുടെ ഉറക്കത്തിനെ തന്നെ ബാധിക്കും. ഉറക്കത്തിനെ ബാധിക്കുന്നതോടെ നിങ്ങൾക്ക് ഇല്ലാത്ത പുതിയതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നൊന്ന് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകാനായിട്ട് നമുക്ക് നമ്മുടെ അസറ്റ്സ് ഏതെങ്കിലുമൊക്കെ വിൽക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നോർമലി നമുക്ക് കടം വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ കടം വാങ്ങിയാൽ എന്ത് സംഭവിക്കും? നല്ലൊരു തുക നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പതുക്കെ ഇൻട്രസ്റ്റ് കൊടുത്ത് അത് വീട്ടാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ നമ്മളെ അത് ഫൈനാൻഷ്യലി ഒരുപാട് പിന്നിലേക്ക് വലിച്ചുകൊണ്ട് പോകും. സോ എത്രയും പെട്ടെന്ന് ഡെബിറ്റ് ഒക്കെ ക്ലിയർ ചെയ്ത് ജോലി പോയാലും ടെൻഷൻ ഇല്ലാതെ 4-5 മാസത്തേക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് ഈ പൈസയൊക്കെ സമ്പാദിക്കുന്ന കാലത്ത് എങ്ങനെയും സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. ഫ്യൂച്ചറിൽ അത് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. അന്ന് ഞാൻ ആ ഒരു സംരംഭം തുടങ്ങിയിട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയേനെ എന്ന് നിങ്ങൾക്ക് ഭാവിയിൽ ആലോചിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് പാവപ്പെട്ടവനായിട്ട് പോകുന്നത്. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി ആ കൈനീട്ടി സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ടവനായിട്ട് തുടരും. പൈസ ഉള്ളവൻ, റിച്ച് പീപ്പിൾസ് ആ ഒരു ഓപ്പർച്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ പിന്നെയും റിച്ച് ആയിട്ട് പോകുന്നതിന്റെ മെയിൻ റീസൺ ഇതാണ്. നമ്പർ 4, poor people surround themselves with other poor people. യെസ്, അത്യാവശ്യം ലോകവിവരമുള്ള എല്ലാവർക്കും അറിയാം, നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്യുന്ന 5 പേരുടെ ആവറേജ് സം ആയിരിക്കും നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ബിഹേവിയറും നമ്മുടെ ഫ്യൂച്ചറും എന്ന്. 4 പാവപ്പെട്ട മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുമായിട്ടാണ് നമ്മളുടെ കൂട്ടുകെട്ടെങ്കിൽ ഗസ് വാട്ട്, 5ാമത്തെ പാവപ്പെട്ടവൻ ഞാനായിരിക്കും അല്ലെങ്കിൽ നീ ആയിരിക്കും. നമ്മുടെ ചുറ്റിനും എപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഡെവലപ്പ് ആവാനായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ട് നിറയ്ക്കണം. 4 സക്സസ്ഫുൾ പേഴ്സണുമായിട്ടാണ് നമ്മൾ ഹാങ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ 5ാമത്തെ സക്സസ്ഫുൾ പേഴ്സൺ നമ്മളായിരിക്കും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എടാ അതൊക്കെ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗെയിം കളിക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായി തീരുമെന്ന് നിങ്ങൾക്ക് തന്നെ ഏകദേശമൊക്കെ ഊഹിച്ചെടുക്കാനായിട്ട് പറ്റും. ഓൾവേസ് റിമെമ്പർ, നമുക്ക് പേഴ്സണലി ഗ്രോത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിന് ബിൽഡ് ചെയ്യുന്ന നമ്മുടെ ഫ്യൂച്ചറിന് ഒരുപാട് ബെനിഫിറ്റ് ആവാൻ പോകുന്ന ഒരു സംഭവം ചെയ്യാനായിട്ട് ഒരു ക്രൗഡിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നടക്കാനായിട്ട് നമ്മൾ ഒരിക്കലും പേടിക്കരുത്.
അപ്പോൾ ഞാനീ പറഞ്ഞ 4 ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനെ മാറ്റിയെടുത്താൽ മാത്രമേ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളെ കൊണ്ട് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് സക്സസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.